പാകിസ്ഥാനിൽ കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ ഇന്ത്യക്കാരായി. ആ ഗ്രാമം കാണാനാണ് ഇന്ന് പോകുന്നത്. 6ാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലാണേ. ലേ ടൗൺ കഴിഞ്ഞ് വരുന്ന ഏറ്റവും വലിയ വില്ലേജാണിത്. നുബ്ര തൊട്ടുള്ള എല്ലാ വില്ലേജിലും രാത്രി 11 മണിയാകുമ്പോൾ കറണ്ട് പോകും. രാവിലെ 5 മണിക്ക് പിന്നെ വരുള്ളൂ. അതുകൊണ്ട് വില്ലേജിലോട്ട് വരുന്നവർക്ക് പവർ ബാങ്ക് അത്യാവശ്യമാണ്. കറണ്ട് ഇല്ലാത്ത കാരണം റൂമിൽ ഹീറ്റർ സൗകര്യം ഉണ്ടാവില്ല. രാത്രി ആയപ്പോൾ -6 ഡിഗ്രി ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ. നുബ്ര വാലിയിൽ നിന്ന് ടുർട്ടുക്ക് വില്ലേജിലോട്ട് എത്താനായിട്ട് 90 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ആപ്രിക്കോട്ടുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഗ്രാമമാണ് ഈ ടുർട്ടുക്ക്. ഇത് പട്ടാളക്കാരുടെ ബങ്കറുകളാണ്. ഈ അതിർത്തി ഗ്രാമങ്ങളിലോട്ട് പോകുന്ന വഴിയൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ബങ്കറുകൾ കുറെ കാണാൻ പറ്റും. ടുർട്ടുക്കിൽ നിന്ന് 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള താങ് എന്ന ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. ഇത് ഇന്ത്യന്റെ ലാസ്റ്റ് വില്ലേജ് ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ പാകിസ്ഥാന്റെ ഗ്രാമങ്ങളും കാണാൻ പറ്റും. 1971 ഇന്ത്യ പിടിച്ചെടുത്താണ് ഈ ടുർട്ടുക്ക് വില്ലേജ്. ഇവിടെയുള്ള ആളുകൾ പാകിസ്ഥാനിൽ കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴാണ് ഇന്ത്യക്കാരായി മാറിയത്. ഇവരുടെ ബന്ധുക്കൾ ഇപ്പോഴും പാകിസ്ഥാന്റെ അതിർത്തി ഗ്രാമത്തിലുണ്ട്. ഈ വില്ലേജിൽ ബാൾട്ടി സംസ്കാരമാണുള്ളത്. ഇവിടുത്തെ കൂടുതൽ ആൾക്കാരും മുസ്ലിങ്ങളാണ്. 2010 മുതലാണ് ഇവിടെ സഞ്ചാരികൾക്കുള്ള പെർമിഷൻ കിട്ടി തുടങ്ങിയത്. ഇന്നർ ലൈൻ പെർമിറ്റ് ഇല്ലാതെ ഈ ഗ്രാമത്തിൽ എൻട്രി ലഭിക്കില്ല. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചേരുന്ന അതിർത്തി. ഇത് താങ് വില്ലേജിന്റെ ഏറ്റവും അവസാനമുള്ള വ്യൂ പോയിന്റ് ആണ്. ഈ വ്യൂ പോയിന്റ് താങ് വ്യൂ പോയിന്റ് എന്നും പറയും. ഇത് ഗ്രാമീണർ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. ഈ ഗ്രാമത്തിന്റെ പ്രധാന വരുമാനവും ടൂറിസം ആണ്. ബൈനോക്കുലറിൽ നോക്കിയാൽ ഗ്രാമം അടുത്ത് കാണാൻ പറ്റും. അവിടുത്തെ വീടുകളും ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ കാണാൻ വേണ്ടിയുള്ള ബൈനോക്കുലർ ഇവിടുത്തെ റെന്റിനാണ് കൊടുക്കുന്നത്. ദൂരയില് ആ 2 മൗണ്ടൻസിന്റെ ഇടയിലുള്ള പച്ചപ്പുള്ള സ്ഥലമാണ് പാകിസ്ഥാന്റെ ഗ്രാമം. ഫോൺ മാക്സിമം സൂമിലിട്ടാൽ ആ ഗ്രാമം ചെറുതായിട്ട് കാണാൻ പറ്റും. ആ നേരെ കാണുന്ന ഗ്രീൻ കളറിലെ ലൈനാണ് ഗ്രാമങ്ങൾ. ഈ മൗണ്ടൻസ് ആണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നത്. ഈ മൗണ്ടൻസിന്റെ ഇടയിലൊക്കെ പാകിസ്ഥാന്റെ ഇന്ത്യന്റെ ഒക്കെ ബങ്കറൊക്കെ ഉണ്ട്. ശരിക്കും ഈ വ്യൂ പോയിന്റ് പാകിസ്ഥാനത്തിന്റെയും ഇന്ത്യ സൈന്യത്തിന്റെയും ഒക്കെ നിരീക്ഷണത്തിലാണ്. ഇന്ത്യയുടെ ഭാഗവും പാകിസ്ഥാന്റെ ഭാഗവും ഒക്കെ ചേർന്ന് ഒറ്റ ഗ്രാമമായിരുന്നു. വിഭജിച്ചതിന് ശേഷമാണ് 2 ഗ്രാമങ്ങളായിട്ട് മാറിയത്. ഈ താങ് വ്യൂ പോയിന്റിൽ നിന്ന് ടുർട്ടുക്ക് വില്ലേജിലോട്ടാണ് ഇനി പോകുന്നത്.